ലവ്ലി ഷോർട്സിൻ്റെ പുതിയ മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP UP പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അതേപോലെ തന്നെ LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ഓപ്ഷൻസ്: ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, HDFC, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ്. റിലയൻസ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരാണ്? പൃഥ്വിരാജ്, ഡോൺ ഡൈമൻ, മെഹുലി ഘോഷ്, കിരൺ ബാലി, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ആണ് 2003 ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം. ഓപ്ഷൻ ഡി ആണ് ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? ഓപ്ഷൻ സി: ഏതെങ്കിലും വ്യക്തി ആവശ്യപ്പെടുമ്പോൾ, ഒരു പൊതുപ്രവർത്തകനിൽ അത് പൊതുപ്രവർത്തനത്തിൽ ഉൾപ്പെടുമ്പോൾ, ഒരു വലിയ പൊതു താൽപ്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ, അത് വാണിജ്യ പ്രാധാന്യം ഉൾപ്പെടുമ്പോൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു വലിയ പൊതു താൽപ്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? അത് ഒരു വലിയ പൊതു താൽപ്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏത്? അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? 2005 ഗാർഹിക അതിക്രമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്തിട്ടാണ് ഗാർഹിക പീഡനം നിർണ്ണയിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏതു വ്യവസ്ഥയിലാണ്? മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ. മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? സെക്ഷൽ ഹരാസ്മെൻറ്റിനുള്ള ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കൂടാത്ത തടവ്, 3 വർഷത്തിൽ കൂടാത്ത തടവ്, 5 വർഷത്തിൽ കൂടാത്ത തടവ്, തടവില്ലാതെ പിഴ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 വർഷത്തിൽ കൂടാത്ത തടവ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ 3 വർഷത്തിൽ കൂടാത്ത തടവാണ്. ഓപ്ഷൻ ബി, 3 വർഷത്തിൽ കൂടാത്ത തടവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? അതായത് ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ആണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ? താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ? ജയന്തി പട്നായിക് ഉണ്ട്, ഡോക്ടർ പൂർണിമ അദ്വാനി ഉണ്ട്, ഡോക്ടർ ഗിരിജ വ്യാസ് ഉണ്ട്, മോഹിനി ഗിരി ഉണ്ട്. ഇതിലാരാണ് ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. ജയന്തി പട്നായിക്. ഓപ്ഷൻ എ, ജയന്തി പട്നായിക്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് മുൻ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അടുത്തിടെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2023 അതേപോലെ തന്നെ 2023 അവസാന മാസങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റുകളിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.